നമസ്കാരം, ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒമാനിൽ വായ്പകൾ തിരിച്ചടയ്ക്കാത്തത് ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കുന്നു. വ്യക്തിഗത വായ്പകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഇറാഖിൽ വംശീയ സംഘർഷത്തിന് അറുതിയില്ല. ബാഗ്ദാദിൽ സ്ഫോടനങ്ങളിൽ 15 പേർ കൂടി കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. റഷ്യയുടെ സിറിയൻ നയത്തോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച് അമേരിക്ക. സിറിയയിലെ സൈന്യത്തിന് ആധുനിക ഉപകരണങ്ങൾ നൽകാനുള്ള റഷ്യയുടെ തീരുമാനം അപലപനീയമെന്ന് അമേരിക്ക. രമേശ് ചെന്നിത്തലയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതിൽ UDF-ൽ കടുത്ത ഭിന്നത. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും രണ്ട് തട്ടിൽ. ഉപമുഖ്യമന്ത്രി പദത്തിന് ലീഗ് അവകാശവാദം ഉന്നയിക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ. കോൺഗ്രസ് തീരുമാനം ചർച്ചയില്ലാതെ അംഗീകരിക്കില്ലെന്ന് KPA മജീദ്. രമേശിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് മാണി. UDF-ഉം ഹൈക്കമാൻഡും തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ എംബസിയിൽ ഔട്ട് പാസിന് അപേക്ഷിച്ച 12,000 പേരുടെ വിവരങ്ങൾ കൂടി പുറത്തുവിട്ടു. മൂന്നാം ഘട്ട പരിശോധന ജൂൺ 3 മുതൽ ആരംഭിക്കുമെന്ന് എംബസി അറിയിച്ചു. 24,001 മുതൽ 36,000 വരെ ടോക്കൺ നമ്പറുള്ള അപേക്ഷകരുടെ വിവരങ്ങളാണ് എംബസി പ്രസിദ്ധീകരിച്ചത്. ഇവരുടെ അപേക്ഷയുടെ അന്തിമ പരിശോധന അടുത്ത മാസം 3-ന് ആരംഭിക്കും. റിയാദിലെ അപേക്ഷകരിൽ 36,000 പേരുടെ വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. പ്രതിദിനം 2,000 പേരുടെ അപേക്ഷാ പരിശോധനയും ഔട്ട് പാസ് വിതരണവുമാണ് ഇപ്പോൾ എംബസിയിൽ നടക്കുന്നത്. സ്ത്രീകൾക്കും 18 വയസ്സിന് താഴെയുള്ളവർക്കും പ്രത്യേക പരിഗണന നൽകി ഔട്ട് പാസ് നൽകുന്നതിന് നടപടി സ്വീകരിച്ചതായി എംബസി അറിയിച്ചു. ഇത്തരം അപേക്ഷകർക്ക് 3 ദിവസത്തിനകം ഔട്ട് പാസ് നൽകും. ദമാമിൽ ഔട്ട് പാസിന് അപേക്ഷിച്ച 3,800 പേരുടെയും ജിദ്ദയിൽ 17,500 പേരുടെയും പട്ടിക എംബസി നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതോടെ മൊത്തം 57,300 പേരുടെ അപേക്ഷയിലാണ് നടപടികൾ ആരംഭിച്ചത്. അനധികൃത താമസക്കാർക്ക് രാജ്യം വിടാൻ സൗദി സർക്കാർ അനുവദിച്ച സമയപരിധി 4 ആഴ്ച കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി ഇന്ത്യക്കാരെ നിയമവിധേയമാക്കാനാണ് എംബസിയുടെ ശ്രമം. അതേസമയം എമിഗ്രേഷൻ വിഭാഗത്തിൽ നേരിടുന്ന കാലതാമസം കാരണം സമയബന്ധിതമായി രാജ്യം വിട്ടുപോകാൻ കഴിയില്ലെന്ന ആശങ്കയിലാണ് വലിയൊരു വിഭാഗം പ്രവാസികൾ. മീഡിയ 1 റിയാദ്. ഒമാനിൽ വ്യക്തിഗത വായ്പകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. വായ്പകൾ തിരിച്ചടയ്ക്കാത്തത് ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കുന്ന പശ്ചാത്തലത്തിൽ സെൻട്രൽ ബാങ്കാണ് പേഴ്സണൽ ലോണുകൾ നിയന്ത്രിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയത്. ബാങ്കുകളുടെ മൊത്തം ക്രെഡിറ്റ് തോതിൻ്റെ 35% മാത്രമേ വ്യക്തിഗത വായ്പയ്ക്ക് ഉപയോഗിക്കാവൂ എന്നാണ് CBOയുടെ പുതിയ നിർദ്ദേശം. നേരത്തെ 40% വരെ പേഴ്സണൽ ലോണിനായി നീക്കിവെക്കാമായിരുന്നു. അടുത്ത മാസം 30 മുതലാണ് പുതിയ നിയന്ത്രണം നിലവിൽ വരിക. ഭവന വായ്പയ്ക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന 15% എന്ന തോത് തുടരും. ഒമാനിലെ ബാങ്കുകൾ വ്യക്തിഗത വായ്പയ്ക്കായി നൽകിയ 5.75 ബില്യൺ റിയാൽ ഇനിയും കിട്ടാക്കടമായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ഒരു വർഷത്തെ മൊത്തം ചെലവിൻ്റെ പകുതിയോളം വരും ഈ തുക. ഒമാൻ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുത്ത തുക 2.5 ബില്യൺ റിയാൽ മാത്രമാണ്. വായ്പയെടുക്കുന്ന സ്വദേശികളാണ് തിരിച്ചടവിൽ ഏറ്റവും കൂടുതൽ വീഴ്ച വരുത്തിയത്. വായ്പയെടുത്ത 3-ൽ-1 തിരിച്ചടവിന് നന്നേ ബുദ്ധിമുട്ടുന്നു എന്നാണ് രാജ്യത്തെ സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വ്യക്തിഗത വായ്പകൾ നിയന്ത്രിക്കാൻ നടപടി പുരോഗമിക്കുന്നത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. സിറിയയിലെ സൈന്യത്തിന് ആധുനിക ഉപകരണങ്ങൾ നൽകാനുള്ള റഷ്യയുടെ തീരുമാനത്തെ അമേരിക്ക അപലപിച്ചു. എന്നാൽ മേഖലയിലെ വിമതർക്ക് ആയുധം നൽകുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധം പിൻവലിച്ച യൂറോപ്യൻ യൂണിയൻ തീരുമാനത്തെ അവർ സ്വാഗതം ചെയ്തു. സിറിയൻ സൈന്യത്തിന് കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതിനെ എതിർത്ത് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ കൗൺസിലും രംഗത്ത് വന്നു. അതേസമയം സിറിയയിലെ അസദ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരുടെ യോഗം ഇറാനിൽ നടക്കുകയാണ്. ഇന്നലെയാണ് സിറിയൻ സൈന്യത്തിന് അത്യാധുനിക S-300 ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചത്. റഷ്യയുടെ തീരുമാനത്തോട് ശക്തിയായി വിയോജിക്കുന്നതായി അമേരിക്കയുടെ വിദേശകാര്യ വക്താവ് അറിയിച്ചു. അതേസമയം വിമതർക്ക് ഏർപ്പെടുത്തിയിരുന്ന ആയുധ നിരോധത്തിന്റെ കാലാവധി നീട്ടേണ്ടതില്ലെന്ന യൂറോപ്യൻ യൂണിയൻ തീരുമാനത്തെ അവർ സ്വാഗതം ചെയ്യുകയും ചെയ്തു. While it is ultimately an EU decision, we do support the easing of the EU arms embargo as a part of the international community's efforts to demonstrate its full support for the Syrian opposition. എന്നാൽ ഒരു സാഹചര്യത്തിലും സിറിയയിലേക്ക് ആയുധമെത്തിക്കില്ലെന്ന് ജർമ്മനി വ്യക്തമാക്കി. Möchte ich sagen, dass Deutschland ja in keinem Falle, egal wie sich andere Länder zum Waffenembargo verhalten, Waffen nach Syrien in ein Bürgerkriegsgebiet liefern würde. ഐക്യരാഷ്ട്രസഭ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് മനുഷ്യാവകാശ കൗൺസിൽ ഹൈക്കമ്മീഷണർ നവി പിള്ളയുടെ വിമർശനം.
വൻ രാജ്യങ്ങൾ ആയുധം നൽകി പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതിന് പകരം രാഷ്ട്രീയ പരിഹാരത്തിന് ഇരു കക്ഷികളെയും പ്രേരിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു. The solution must be political. It will not be military. Outside forces, including some states, are reported to be actively fueling the conflict by providing weapons and ammunition to one side or the other. This emboldens the belligerents. അതേസമയം ഇറാൻ വിളിച്ചു ചേർത്ത അസദ് അനുകൂലികളുടെ യോഗത്തിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. സിറിയൻ പ്രശ്നപരിഹാരത്തിനായി അടുത്ത മാസം ജനീവയിൽ നടക്കാനിരിക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇറാൻ സിറിയയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളുടെ യോഗം വിളിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പാകിസ്ഥാൻ തഹ്രീക്കെ താലിബാൻ നേതാവ് വലിയുർ റഹ്മാൻ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പാക് സുരക്ഷാ സേന അവകാശപ്പെട്ടു. പാക് താലിബാൻ നേതാവ് ഹക്കീമുള്ള മെഹ്സദിന്റെ പിൻഗാമിയായി കരുതപ്പെട്ടയാളാണ് വലിയുർ റഹ്മാൻ. പാകിസ്ഥാനിലെ വടക്കൻ വസീറിസ്ഥാനിൽ അമേരിക്കയുടെ പൈലറ്റില്ലാ വിമാനമാണ് ആക്രമണം നടത്തിയത്. വടക്കൻ വസീറിസ്ഥാൻ മേഖല തഹ്രീക്കെ താലിബാന്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ താലിബാൻ പോരാളികളെ ലക്ഷ്യം വെച്ച് അമേരിക്ക കഴിഞ്ഞ കുറേ നാളുകളായി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇറാഖിലെ വംശീയ സംഘർഷത്തിന് അറുതിയില്ല. ബഗ്ദാദിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നടന്ന സ്ഫോടനങ്ങളിൽ 15 പേർ കൊല്ലപ്പെട്ടു. ബഗ്ദാദിലെ ദക്ഷിണ ജില്ലയായ അൽ ദൗറയിലാണ് ആദ്യ സ്ഫോടനമുണ്ടായത്. ഇവിടെ 10 പേർ മരിക്കുകയും 27 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അൽ ഷാബ് ജില്ലയിലെ മാർക്കറ്റിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ മരിക്കുകയും 27 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2 പ്രദേശങ്ങളും ഷിയ മേഖലകളാണ്. സിറിയൻ പോരാട്ടത്തിൽ ബഹ്റൈൻ സ്വദേശിയായ യുവാവ് കൊല്ലപ്പെട്ടു. ബഹ്റൈനിലെ റിഫയിലെ മസ്ജിദ് നിസ്ഫിലെ ഇമാം ഷെയ്ഖ് ആദിൽ ഹസന്റെ മകനാണ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുമായി ഏതെങ്കിലും മതരാഷ്ട്രീയ പാർട്ടികൾ ബന്ധം പുലർത്താൻ പാടില്ലെന്ന് ബഹ്റൈൻ നീതിന്യായ മതകാര്യ വകുപ്പ് മന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അലി അൽ ഖലീഫ ആവശ്യപ്പെട്ടു. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഈ സംഘടനയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് സഹകരണ കൗൺസിലിന്റെ പ്രവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. GCCയുടെ 32ാം വാർഷികത്തോടനുബന്ധിച്ച് സെക്രട്ടറി ജനറൽ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സിയാനി അറിയിച്ചതാണ് ഇക്കാര്യം. ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഉടമസ്ഥാവകാശം തുടങ്ങി വിവിധ മേഖലകളിൽ അംഗരാജ്യങ്ങളിലുള്ളവർക്ക് തുല്യപദവി ലഭിക്കുന്നതിലേക്ക് സഹകരണ കൗൺസിലിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായി GCC സെക്രട്ടറി ജനറൽ അറിയിച്ചു. റിയാദിലെ GCC ആസ്ഥാനത്ത് മീഡിയ വണ്ണിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 32 years of achievement in all avenues, whether it is in the economical field, where the custom union was formed, established, the common market. മേഖലയിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സുരക്ഷാ മേഖലകളിൽ അംഗരാജ്യങ്ങളുടെ സഹകരണത്തിലൂടെ വൻതോതിലുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടപ്പോൾ അംഗരാജ്യങ്ങൾക്ക് പ്രതിസന്ധികൾ സഹകരണത്തിലൂടെ വേഗത്തിൽ മറികടക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. വാണിജ്യരംഗത്തും സാമ്പത്തിക രംഗത്തും വിപണിയിലും ശക്തമായ മുന്നേറ്റമാണ് പോയ വർഷങ്ങളിൽ അംഗരാജ്യങ്ങൾ നേടിയത്. ഇന്ത്യയുമായി മുഴുവൻ ഗൾഫ് രാജ്യങ്ങൾക്കും മികച്ച ബന്ധമാണുള്ളത്. ഇന്ത്യയുമായി തന്ത്രപരമായ സഹകരണമാണ് GCCക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. സ്വദേശിവൽക്കരണ നടപടികൾ ത്വരിതപ്പെടുത്താൻ UAEയും തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ പ്രമുഖ സ്വകാര്യ കമ്പനികളിൽ സ്വദേശികളുടെ നിയമനം കർശനമായി പാലിക്കുന്നതിനുള്ള നിയമത്തിന് രൂപം നൽകി. പുതിയ കമ്പനി നിയമം വഴി പ്രധാന തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വിദേശികൾക്ക് നഷ്ടമാകും. സൗദിക്ക് പിന്നാലെ UAEയും സ്വദേശിവൽക്കരണ നടപടികൾക്ക് ആക്കം കൂട്ടുന്നു. സ്വദേശികൾക്ക് സ്വകാര്യ കമ്പനികളിൽ കൂടുതൽ നിയമനം നൽകാൻ നിർദ്ദേശിക്കുന്ന പുതിയ കമ്പനി നിയമത്തിന് UAE ഫെഡറൽ ദേശീയ കൗൺസിൽ അനുമതി നൽകി. പ്രധാന കമ്പനികളിൽ 50% സ്വദേശികളെ നിയമിക്കണമെന്ന വ്യവസ്ഥ നിയമത്തിലുണ്ട്. ഇത് പാലിക്കാത്ത കമ്പനികൾ 3 മാസത്തിനകം നയം മാറ്റേണ്ടി വരും. ധനമന്ത്രി സുൽത്താൻ ബിൻ സയ്യിദ് അൽ മൻസൂരിയുടെ സാന്നിധ്യത്തിലാണ് പുതിയ കമ്പനി നിയമം ചർച്ച ചെയ്ത് കൗൺസിൽ അംഗീകരിച്ചത്. നേരത്തെ പ്രത്യേക സമിതിക്ക് രൂപം നൽകി കരട് കമ്പനി ബിൽ നിരന്തര ചർച്ചയ്ക്ക് കൗൺസിൽ വിധേയമാക്കിയിരുന്നു. സ്പീക്കർ മുഹമ്മദ് അഹമ്മദ് അൽ മൂർ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈകാതെ UAE മന്ത്രിസഭയും കമ്പനി നിയമം പാസാക്കുമെന്ന് മന്ത്രി മൻസൂരി പ്രത്യാശ പ്രകടിപ്പിച്ചു. തുടർന്ന് UAE പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടെയാകും നിയമം പ്രാബല്യത്തിൽ വരിക. അതോടെ UAEയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രാദേശിക അന്തർദേശീയ കമ്പനികൾക്കും അതിന്റെ ബ്രാഞ്ചുകൾക്കും നിയമം നടപ്പാക്കാൻ ബാധ്യതയുണ്ടാകും. MCA നാസർ, മീഡിയ 1, ദുബൈ. ഒമാനിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ബാത്തിന എക്സ്പ്രസ് വേയിലെ ബർക്ക പാലം ഒക്ടോബറിൽ തുറക്കുമെന്ന് ഗതാഗത മന്ത്രി അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഫുത്തൈഷി അറിയിച്ചു. ബാത്തിന മേഖലയിലെ വിവിധ റോഡ് നിർമ്മാണ മേഖലകൾ സന്ദർശിക്കുമ്പോഴാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്.
അവസാനിക്കുന്ന ബർക്കയിൽ നിന്ന് UAE അതിർത്തിയായ ഹദ്മത്ത് മിലാഹി വരെ നീളുന്നതാണ് ബാത്തിന എക്സ്പ്രസ് വേ. ഇതിൻ്റെ 1ാം ഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2-3 ഘട്ടങ്ങളുടെ കരാർ നടപടികൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. ഇരുവശത്തേക്കും 4 വീതം 8 ലൈനുകളായാണ് എക്സ്പ്രസ് വേ നിർമ്മിക്കുന്നത്. ചെറുതും വലുതുമായ 47 മേൽപ്പാലങ്ങൾ റോഡിലുണ്ടാകും. 28 പാലങ്ങളും പദ്ധതിയുടെ ഭാഗമാണ്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഒമാനിൽ നിന്ന് UAE നഗരങ്ങളായ ദുബൈയിലേക്കും ഫുജൈറയിലേക്കുമുള്ള യാത്ര എളുപ്പമാകും. മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സാലിം ബിൻ മുഹമ്മദ് അൽ നുയൈമിയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. മീഡിയ 1 മസ്കത്ത്. മ്യാൻമറിൽ വീണ്ടും വംശീയ സംഘർഷം. വടക്കുകിഴക്കൻ സംസ്ഥാനമായ ഷാനിലെ ലാഷിയോ നഗരത്തിൽ മുസ്ലിം മേഖലയിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ അനാഥാലയം, പള്ളി, കടകൾ, വീടുകൾ എന്നിവയ്ക്ക് തീയിട്ടു. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം മുസ്ലിം യുവാവ് ഒരു ബുദ്ധ സ്ത്രീയെ തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് സംഘർഷമുണ്ടായത്. സ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറാഖ് കുവൈറ്റ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ധാരണ. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും സഹകരണം മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്ന ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ ഒപ്പുവെച്ചു. കഴിഞ്ഞ ദിവസം കുവൈത്ത് സന്ദർശനത്തിനെത്തിയ ഇറാഖ് വിദേശകാര്യമന്ത്രി ഹോഷിയാർ സബാരി, കുവൈറ്റ് അമീർ, പ്രധാനമന്ത്രി എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അയൽരാജ്യങ്ങൾക്കിടയിൽ അവശേഷിക്കുന്ന തർക്കങ്ങൾ പരിഹരിച്ച് സൗഹൃദം മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അതിർത്തി പുനർനിർണയവുമായി ബന്ധപ്പെട്ടും അതിർത്തി പട്ടണമായ ഖസറിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ ഒപ്പുവെക്കുകയും ചെയ്തു. അമീരി ദീവാൻ ഉപദേഷ്ടാവ് മുഹമ്മദ് അബ്ദുള്ള അബു ഹസൻ, വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖാലിദ് സുലൈമാൻ അൽ ജാറല്ല എന്നിവർക്കൊപ്പം ഇരു രാജ്യങ്ങളുടെയും അംബാസിഡർമാരും ചർച്ചയിൽ സംബന്ധിച്ചു. ചർച്ചയ്ക്കുശേഷം ഇരു വിദേശകാര്യമന്ത്രിമാരും സംയുക്തമായി വാർത്താസമ്മേളനവും നടത്തുകയുണ്ടായി. സദ്ദാം ഹുസൈന്റെ കുവൈത്ത് അധിനിവേശത്തോടെ നിലച്ചുപോയിരുന്ന ഉഭയകക്ഷി ബന്ധങ്ങൾ അടുത്ത കാലത്താണ് പുനഃസ്ഥാപിക്കപ്പെട്ടത്. ഈയിടെയായി അതിർത്തി മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ ആശങ്ക ഉളവാക്കിയിരുന്നെങ്കിലും ഇരുകൂട്ടരും പുതിയ ഉഭയകക്ഷി ധാരണയിൽ ഒപ്പുവെച്ചതോടെ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈത്ത്. KIGയുടെ ആഭിമുഖ്യത്തിൽ കുവൈത്തിലെ സംഘടനാ പ്രതിനിധികൾ യോഗം ചേർന്നു. കുവൈത്തിലെ പ്രവാസി സമൂഹം നേരിടുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ചും ഇന്ത്യൻ സമൂഹത്തിന്റെ പൊതുസ്വത്തായ കമ്മ്യൂണിറ്റി സ്കൂൾ അന്യാധീനപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. കുവൈറ്റിലെ സമകാലിക സംഭവവികാസങ്ങളിൽ പ്രവാസി സമൂഹത്തിന്, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിലുള്ള ആശങ്കകളെ വരച്ചു കാണിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം അബ്ബാസിയിൽ ചേർന്ന മലയാളി സംഘടനാ പ്രതിനിധികളുടെ യോഗം. രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന കർശന പരിശോധനകളും നാടുകടത്തലുകളും അപ്രഖ്യാപിത നിതാഖാത്തിലേക്ക് പരിണമിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയ യോഗത്തിൽ സൗദിയിൽ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ ഗുണം ചെയ്ത കാര്യവും അനുസ്മരിക്കപ്പെട്ടു. വിഷയം എംബസിയെ ധരിപ്പിക്കുന്നതിനായി പ്രമുഖ സംഘടനാ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെട്ട സമിതിയുണ്ടാക്കാനും ഉടൻ തന്നെ ഇന്ത്യൻ സ്ഥാനപതിയെ കണ്ട് ആശങ്കകൾ അറിയിക്കാനും യോഗത്തിൽ ധാരണയായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഏതാനും വ്യക്തികളുടെ സ്ഥാപിത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നതായും സ്കൂൾ സമൂഹത്തിന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും യോഗത്തിനെത്തിയവർ അഭിപ്രായപ്പെട്ടു. സ്കൂൾ ഭരണം സുതാര്യമല്ലെന്നും വിഷയം സാമൂഹ്യ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരണമെന്നുമായിരുന്നു പങ്കെടുത്ത ഭൂരിഭാഗം പ്രതിനിധികളുടെയും അഭിപ്രായം. എന്നാൽ പ്രശ്നത്തിൽ കൈക്കൊള്ളേണ്ട നടപടിയെ സംബന്ധിച്ച് സമവായത്തിലെത്താത്തതിനാൽ വിഷയം മറ്റൊരു തവണ ചർച്ച ചെയ്യാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. മീഡിയ 1 കുവൈത്ത്.